വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം ആ വിഷയത്തിൽ അഹാന കാണിച്ചില്ല. വിമർശനവുമായി നാദിറ. അഹാന കൃഷ്ണയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതികരിക്കുകയാണ് നമ്മുടെ സ്വന്തം നാദിറ മെഹറിൻ. അഹാന കൃഷ്ണയും സിന്ധു കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ തന്വിയുടെ ഒരു വ്ലോഗോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ ആദ്യമായി പ്രതികരിച്ചു സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും തൻ്റെ ജീവിതത്തിൽ എന്തായാലും ഒരു അമ്മു വേണമെന്ന് സിന്ധു പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ട്രാൻസ് വുമണും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ താരവുമായ നാദിറ മെഹറിൻ. ഇത് സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താരം. അഹാനയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാർ അറിയണം എന്നുള്ളത് അഹാനയുടെ ആവശ്യമാണ്. അഹാനയുടെ കുടുംബത്തിനും ആ വാശിയുണ്ട്. അഹാനയ്ക്കെതിരെ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ കമൻറ്റുകൾ വരുന്നത്. ആ കമൻറ്റുകൾക്കെല്ലാം മറുപടി കൊടുത്ത് ആ കുടുംബത്തിൻ്റെ ഫ്രെയിമിനെ നശിപ്പിച്ചതായി എനിക്ക് തോന്നി. ആ കുടുംബത്തിന് ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. ആ സൗന്ദര്യം നശിപ്പിച്ചത് ഈ മക്കൾ തന്നെയാണ്. മുത്തശ്ശിയാണ്, പ്രായമായ സ്ത്രീയാണ്. അവർക്ക് അവരുടേതായ പരിമിതികളും പോരായ്മകളും ഉണ്ട്. ആ പോരായ്മകൾ മനസ്സിലാക്കി പെരുമാറേണ്ടത് അഹാനയാണ്. വിദ്യാഭ്യാസം ഉള്ളയാളാണ് അഹാന. പക്ഷേ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം കാണിക്കാതെ പോയി. ലൈം ലൈറ്റിൽ നിന്ന് താഴോട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ ഇത് പറഞ്ഞാൽ റീച്ച് ഉണ്ടാകും. അതിൻ്റെ ഒരു തോന്നലാണ്. പക്ഷേ ലൈം ലൈറ്റിൽ നിൽക്കുന്നവർ സാധാരണ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. പക്ഷേ അതിനുവേണ്ടി കുടുംബത്തെ ഇട്ടുകൊടുക്കുന്നത് മോശമാണ് എന്നായിരുന്നു നാദിറയുടെ പ്രതികരണം. ഏതായാലും നാദിറ പറഞ്ഞ അമ്മൂമ്മ അഹാന വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാദിറയോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്